നമുക്ക് 4 ലക്ഷം ഏക്കർ പ്രദേശത്ത്, അതും പാമ്പാടിഞ്ചോല നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ നമ്മളുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിലടക്കം ലക്ഷക്കണക്കിന് ഏക്കർ, 4 ലക്ഷത്തോളം ആകെ കേരളത്തിൽ വരും. അതിൽ തന്നെ മൂന്നാർ പ്രദേശത്ത് 1 ലക്ഷം ഏക്കർ യൂക്കാലിയാണ്. നമ്മുടെ ചിന്നക്കനാലിൽ ആനശല്യമുള്ള ആ പ്രദേശത്തോട് ചേർന്ന പ്രദേശത്ത് 23,500 ഏക്കർ KFDC കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ യൂക്കാലി പ്ലാന്റേഷൻ ആണ്. ഇത് കച്ചവടമാണ്. വലിയൊരു തുക രാഷ്ട്രീയ മേഖലയിലും ഫോറസ്റ്റിനും അതുവഴി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 4 ലക്ഷം ഏക്കറിലെ യൂക്കാലി അടക്കമുള്ള മാരകമായ വിദേശ സസ്യങ്ങൾ ഒഴിവാക്കാൻ ഇവർ തയ്യാറാകാത്തത്. ഇടതുപക്ഷ ഗവൺമെന്റിന് ഞങ്ങൾ അത് സംബന്ധിച്ച് പരാതി കൊടുത്തു. കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു ഹർജി നിൽക്കുന്നുണ്ട്, ഈ നാഷണൽ പാർക്കുകളിൽ നിന്നെങ്കിലും യൂക്കാലി ഒഴിവാക്കണമെന്ന്. അതിനെ എതിർത്തുകൊണ്ട് സർക്കാർ ഇതേ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു കേരള ഹൈക്കോടതിയിൽ. അപ്പൊ അതാണ് സർക്കാരിന്റെ മനോഭാവം. മറ്റൊന്ന്, വലിയൊരു ബിസിനസ് ഇതിന്റെ അകത്ത് നാഷണൽ പാർക്കുകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു വ്യാപാരം ടൂറിസം മേഖലയിൽ നടക്കുന്നു. ഓഡിറ്റ് ഇല്ലാതെ കോടാനക്കോടി രൂപ വനത്തിനുള്ളിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. ഇനി ഈ എസ്റ്റേറ്റുകൾ, സ്വകാര്യ കമ്പനികൾ, വിദേശ കമ്പനികളുടെ കയ്യിൽ അനധികൃതമായി 10 ലക്ഷം ഏക്കർ കേരളത്തിൽ ഭൂമി ഇരിക്കുന്നു. ഒരു ഉപദ്രവത്തിനും സർക്കാരും പോകുന്നില്ല, ആരും പോകുന്നില്ല. ഈ സാധാരണപ്പെട്ട കൃഷിക്കാരന്റെ ഭൂമിയിലേക്ക് ESA പറഞ്ഞും EFL പറഞ്ഞും നേരത്തെ പറഞ്ഞ സാഹിത്യ സാർ, നിങ്ങള് ഡേറ്റ വെച്ച് പരിസ്ഥിതിയെ കാണ്. 15 ലക്ഷം ഏക്കർ കേരളത്തിൽ പാടങ്ങൾ നികത്തിയത് നിങ്ങളാണ്, മലയോരക്കാരനല്ല. പരിസ്ഥിതിയിൽ ഒന്നാം സ്ഥാനം പാടത്തിനാ. പാടം കഴിഞ്ഞിട്ടേ വനമുള്ളൂ. അതുപോലെ തന്നെ കായലുകൾ, കടലുകൾ, ഇതൊന്നും നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നില്ലേ? കടലൊക്കെ എത്രയോ പ്രാധാന്യം അർഹിക്കുന്നു സാറേ. നിങ്ങൾ എന്താ അത് പറയാത്തത്? മാധവകൾ തെറ്റായ ചില കഥകളിലൂടെ ഈ സമൂഹത്തെ കുറെ നാൾ കൊണ്ടുപോയി. ഇനി പറ്റില്ല. നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ യുനെസ്കോയുടെ 40,000 ശാസ്ത്രജ്ഞർ ഓരോ വർഷവും പുറത്തേക്ക് വിടുന്ന ശാസ്ത്ര റിപ്പോർട്ടുകളുണ്ട്. അത് പഠിക്ക്. നമുക്ക് ഡേറ്റ വെച്ച് സംസാരിക്ക്. അല്ലാതെ ഏതെങ്കിലും സാഹിത്യകാര് ഇറക്കിയ കവിതകളുടെ ഭാഗമായിട്ടോ സാഹിത്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ട് ഇനി പോകാനാവില്ല. മരത്തിന്റെ ശാസ്ത്രം ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം എനിക്ക് അനുമതി ഇല്ലാത്തതുകൊണ്ട്. ഇനി നിയമത്തിലേക്ക് കിടക്കാം. നമുക്ക് ഈ നിയമം ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കുന്ന രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. 2019 ഇതേ വിജ്ഞാപനം കേരള ഗവൺമെന്റ് ഇട്ടു എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ആ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാം. ഈ സാധനം ഇട്ടിട്ട് പിൻവലിക്കുക ചെയ്തത്. ഈ പിൻവലിച്ച സാധനം വീണ്ടും ഇറക്കിയിരിക്കുന്നു. ശശീന്ദ്രന്റെ ബുദ്ധിശൂന്യത അല്ലിത്. ശശീന്ദ്രനൊന്നും ഇതിനകത്ത് കഥാപാത്രമല്ല. അദ്ദേഹം ഒരു പ്രതിമ പോലെ അവിടെ ഇരിക്കുന്നു എന്നല്ലാതെ കൃത്യമായും ഇടത് ഗവൺമെന്റിന്റെ അജണ്ടയാണ് 2016 മുതൽ ഇറക്കിയിരിക്കുന്ന വനവിജ്ഞാപനങ്ങൾ, അനാവശ്യമായ ഒട്ടേറെ നിയമ സങ്കീർണതകൾ. ഇപ്പതേ ഈ സാധനം ഇനി വന്യമൃഗങ്ങളെ കളിയാക്കിയാൽ, ഒട്ടേറെ പോയിന്റ് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, 1-2 നിയമങ്ങളെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. കളിയാക്കിയാൽ എങ്ങനെ കളിയാക്കും? ഒന്ന്, ഫോറസ്റ്റ് നിയമത്തിൽ തെളിവ് നിയമം ബാധകമല്ല. എന്നെ അറസ്റ്റ് ചെയ്താൽ ഒരു തെളിവും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, കാരണം തെളിയിക്കാൻ വനത്തിനുള്ളിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ മറ്റാരും ഒരു തെളിവ് കൊടുക്കാൻ പറ്റില്ല. പോലീസിനെ സംബന്ധിച്ച് തെളിവ് നിയമം ബാധകമാണ്. ഫോറസ്റ്റിനെ സംബന്ധിച്ച് ഒരാളെ കസ്റ്റഡി എടുക്കുന്നതിന് തെളിവ് നിയമം ബാധകമല്ല. ആ തെളിവ് നിയമം ബാധകമല്ലാതെ തികച്ചും കാടത്തമായി മനുഷ്യരോട് പെരുമാറുന്ന ഒരു വിഭാഗത്തിന് ഒരു പട്ടാള ഭരണകൂടം പോലും കൊടുക്കാത്ത അസാമാന്യ അധികാരം കൊടുത്തത് ഈ മലയോര മേഖലയിലെ കർഷക ശബ്ദങ്ങളെയും കർഷക പ്രതികരണങ്ങളെയും അടിച്ചമർത്തുന്നതിനുള്ള ഇടത് ഗൂഢാലോചനയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യത്തിൽ മലയോരം ഇന്നേ വരെ ഇവിടെ കാണാത്ത തരത്തിലുള്ള അതിശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരും. ഞങ്ങളുടെ നാട്ടിൽ കരിക്ക് വിറ്റവനെ 3 ദിവസം ജയിലിലിട്ടത്, കരിക്ക് വെട്ടിവിറ്റത് വേസ്റ്റ്, ഒരു ഡെപ്യൂട്ടി റേഞ്ചർ പിടിച്ചകത്തിട്ടു. ഒട്ടനവധി റെക്കമെൻഡേഷൻ പോയി, ഭരണകക്ഷി ഇടപെട്ടു, അംഗീകരിച്ചില്ല ഇവര്. ഇന്നേ വരെ കേരളം മുഴുവൻ പ്രഖ്യാപിച്ചത് ഫോറസ്റ്റിന്റെ മേൽ ഞങ്ങൾക്ക് അധികാരമില്ല, അത് കേന്ദ്രമാണ്, ഞങ്ങൾ നിസ്സഹായരാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് കേരള ഗവൺമെന്റാ. അപ്പൊ അധികാരമില്ലേ? ചുമ്മാ ഒളിച്ചു കളിച്ചുകൊണ്ട് ഈ ജനതയെ വേട്ടയാടുകയാണ്. ഇത് ഏറെ കാലമൊന്നും ഇത് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല.